ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടും അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഇതാണ് അവസ്ഥ. ഈ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്ന പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഇപ്പോൾ എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ റിയാക്ഷൻ ഈ കാണുന്നത് മൊത്തം അതിൻ്റെ ഉള്ളിൽ ഈ അലുമിനിയം ദ്രവിച്ച പോലെ ആ ഒരു അവസ്ഥയിലേക്കായി. അത് ഈ ജെറ്റുകളുടെ ഉള്ളിലേക്ക് കയറി ബ്ലോക്ക് ആവുന്നതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് നിലവിൽ അതിന് ശരിക്കും ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി ഫുൾ സെറ്റാപ്പാടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഈ അസംബ്ലി ഇത് ഫുൾ സെറ്റായിട്ട് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഇട്ടു നോക്കി ഇപ്പോൾ റെഡിയാവും, വീണ്ടും പ്രശ്നം കാണിക്കും. അത് മാത്രമല്ല ചിലപ്പോൾ ഓവർഫ്ലോ വരാനൊക്കെയുള്ള സാധ്യതയും കൂടുതലാണ്. ഓവർഫ്ലോ കംപ്ലയിൻറ്റും അടിക്കടി കാണിക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അതവിടെ മാറ്റിക്കളയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ കംപ്ലയിൻറ്റ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് പിന്നീട് പെട്ടെന്നൊരു റിപ്ലൈ കാണിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാർബറേറ്റർ അസംബ്ലിക്ക് എത്ര കോസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു കറക്റ്റ് എസ്റ്റിമേറ്റ്, ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.